വിശുദ്ധ റമദാനിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഏവർക്കും പുണ്യ റമദാൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമസ്തേ അറബിയുടെ പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്നവും പ്രാർത്ഥനയുമായിരുന്ന അബുദാബിയിലെ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കഴിഞ്ഞു. ഓരോ ദിവസവും 10,000-കണക്കിന് വിശ്വാസികളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുക കൂടി ചെയ്യുന്നു. മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രമായ അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിർ ഭക്തജന തിരക്കിൽ അലിയുകയാണ്. പ്രവൃത്തി ദിവസങ്ങളിലടക്കം 10,000-കണക്കിന് പേരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിച്ചതിന് ശേഷം അബുദാബിയിലെ ക്ഷേത്രത്തിലേക്ക് ദിവസേന വിശ്വാസികളുടെ എണ്ണം കൂടുകയാണ്. UAE-യുടെ എല്ലാ എമിറേറ്റുകളിൽ നിന്നും എത്തുന്ന ഭക്തരെ കൂടാതെ ഭാരതമടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. हम लोग भारत से आए हुए हैं और स्वामीनारायण मंदिर हिंदू मंदिर के दर्शन करने, और इस समय जो भारत के अंदर आगामी चुनाव होने वाला है, प्रधानमंत्री नरेंद्र मोदी जी तीसरी बार शपथ लें और तीसरी बार प्रधानमंत्री बने और देश का नहीं पूरे विश्व का कल्याण करें, ऐसी कामना करने हम लोग यहाँ पे आए हैं ब्रज क्षेत्र से. ബൊച്ചോസൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായണ സംസ്ഥ നേതൃത്വം നൽകുന്ന ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചത്. ക്ഷേത്രത്തിന്റെ മഹത്വവും പ്രൗഢിയും നിർമ്മിതിയുമെല്ലാം തങ്ങളെ അതിശയിപ്പിച്ചതായി കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയ UAE-യിലെ നിരവധി ഭക്തർ അഭിപ്രായപ്പെട്ടു. നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന അതേ അനുഭവം ഇവിടെ ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഓരോ വിശ്വാസിയും. അമ്പലം പറഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു നാട്ടിലൊരു ഫീലിംഗ് ഉണ്ട് ഇവിടെ വരുന്ന സമയത്ത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിനൊക്കെ ഒരു സമാധാനം, ഒരു സ്വസ്ഥത, അങ്ങനെ ഒരു ഫീലാണ് ഇങ്ങോട്ട് അമ്പലത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതൊന്ന് കിട്ടാൻ ബാക്കി ഇപ്പം നമ്മൾ ഷാർജയിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ കിട്ടുന്നത് പോലെ അല്ലല്ലോ ഈ അമ്പലം എന്ന് പറയുമ്പോൾ ഒരു ഫീല് അത് അനുഭവിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അതിനുവേണ്ടി വന്നതാണ് ആക്ച്വലി. പോസിറ്റീവ് എനർജി കിട്ടുന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE ഭരണാധികാരികളുമായുള്ള ഊഷ്മളമായ ബന്ധമാണ് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പിന്നിൽ. നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശനത്തിലാണ് UAE ഭരണാധികാരികൾ ക്ഷേത്രത്തിന് സ്ഥലം അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസിയും നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നു. ആയിട്ടുള്ള ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇവിടെ വരികയും ഇങ്ങനെയൊരു സൗഭാഗ്യം വിശ്വാസികളായിട്ടുള്ള സനാതനധർമ്മ വിശ്വാസികൾക്ക് ഇങ്ങനെയൊരു സൗഭാഗ്യം കിട്ടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരാളുടെ പരിശ്രമം മാത്രമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് UAE-യിലെ ഭരണാധികാരികളെയും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അവർക്ക് നമ്മുടെ മനസ്സിനെ അറിഞ്ഞ് ഈ ഒരു അനുഗ്രഹം അവർ നൽകിയതാണ്. മോദിജിയുടെ എല്ലാ പ്രയത്നവും ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഇവിടെ വരികയും ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തുകയും അതേപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ മുഴുവൻ സനാതന ധർമ്മ വിശ്വാസികൾക്ക് ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു സൗഭാഗ്യം, ഈ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അബുദാബിയിലെ അൽ റഹ്ബ പ്രദേശത്ത് പൂർണ്ണമായ ശിലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം അത്ഭുത നിർമ്മിതിയാണ്. ഭാരതത്തിലെ പുരാതന ക്ഷേത്ര നിർമ്മിതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ സൂക്ഷ്മ അംശങ്ങൾ പോലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സന്ദർശന കേന്ദ്രം, പ്രാർത്ഥനാ ഹാളുകൾ, ലൈബ്രറി, ക്ലാസ് റൂം, കമ്മ്യൂണിറ്റി സെന്റർ, മജ്ലിസ്, ആംഫി തിയേറ്റർ, കളിസ്ഥലങ്ങൾ, പൂന്തോട്ടങ്ങൾ, ഗിഫ്റ്റ് ഷോപ്പ്, ഫുഡ് കോർട്ട് തുടങ്ങിയ സൗകര്യങ്ങൾ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. വളരെ നല്ലത്. GCC കൺട്രിയിൽ എവിടെയും കാണാത്ത ഒരു മഹത്തരമായ ഒരു കാര്യമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്.
ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാൻ വന്നിരുന്നു. ഇപ്പോൾ പൂർത്തിയായതിനു ശേഷം ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. വളരെ ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി കുടുംബമായിട്ട് അടുത്ത ട്രിപ്പിന് വരണമെന്ന് ആഗ്രഹിക്കുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ക്ഷേത്രത്തിലേക്ക് സന്ദർശകരെ അനുവദിക്കുക. തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമാണ് സന്ദർശനത്തിന് അനുമതി ലഭിക്കുക. ക്ഷേത്രത്തിൽ എത്തുന്നവർ വസ്ത്രധാരണം അടക്കമുള്ള പാലിക്കേണ്ട നിബന്ധനകൾ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. We are inviting everyone to visit VAP's Hindu Mandir, but before, I think it will be nice if you can book online on mandir.ae. So if you go to mandir.ae and visit visitors guide, so you can book online, and if the people are more than 10, then they have to do group booking. So if you do group booking, it is easier for us to maintain how you can enter everything, and also there is a dress code. So we would like to request everyone to just go to the website mandir.ae and go to visit, and you can check the guidelines how to visit the mandir. സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അബുദാബി നഗരത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പുതിയതായി ബസ് സർവീസ് ആരംഭിച്ചു. അബുദാബി സിറ്റിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് 90 മിനിറ്റാണ് യാത്രാ സമയം. ശനിയാഴ്ചയും ഞായറാഴ്ചയുമുള്ള ബസ് സർവീസിന്റെ നമ്പർ 203 ആണ്. സ്വന്തമായി വാഹന സൗകര്യമില്ലാത്തവർക്ക് ക്ഷേത്രത്തിലെത്തി സുഗമമായ ദർശനത്തിന് സൗകര്യമൊരുങ്ങിയിരിക്കുകയാണ് പുതിയ ബസ് സർവീസിലൂടെ. ഒരു സ്വപ്ന സാഫല്യത്തിന്റെ സായുജ്യത്തിലാണ് ഓരോ വിശ്വാസിയും ഇവിടെ നിന്ന് മടങ്ങുന്നത്.